പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ ഈശോയിൽ പ്രിയരെ, നമ്മൾ തപസ്സുകാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ശനിയാഴ്ച ദിവസം മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിലായിരിക്കുന്നത് വളരെ അനുഗ്രഹമാണ്. നമുക്ക് കൂടുതൽ അനുഗ്രഹം ഈ തീർത്ഥാടനം വഴി ഉണ്ടാകട്ടെ. എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രയോജനപ്പെടുത്താം. പ്രത്യേകമായി പരിശുദ്ധ ബലിയർപ്പണം നമുക്ക് ഒരു ഈസ്റ്റർ ഗിഫ്റ്റ് നമുക്ക് ചോദിക്കാം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അസാധ്യമായ എത്ര കാര്യങ്ങളുണ്ട്. അത് കല്ലറ പിളർന്ന് പുറത്തു വരുന്ന ഉദ്ധിതനായ ഈശോയ്ക്ക് നമുക്കൊരു ഈസ്റ്റർ ഗിഫ്റ്റായിട്ട് നൽകാനായിട്ട് സാധിക്കും. നമുക്ക് കർത്താവിന് കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കാം. കൊടുത്തിട്ട് ചോദിക്കുന്നതാണ് ഒരു രീതി. ഇന്നത്തെ സുവിശേഷത്തിൽ ധൂർത്തപുത്രൻ്റെ കഥയാണ് നമ്മൾ കേൾക്കുക. യഥാർത്ഥത്തിൽ ധൂർത്തപുത്രന് അനുതാപം ഉണ്ടായപ്പോൾ, അതായത് താൻ ദൈവത്തിൻ്റെ മകനാണ് എന്ന ബോധം, പാപത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരുന്നെങ്കിൽ പിതാവ് വീട്ടിൽ കയറ്റുമോ എന്നൊരു സംശയം ഉണ്ടായേനെ. അങ്ങനെ സംശയമുണ്ടായിരുന്നെങ്കിൽ തിരിച്ചു വരില്ലായിരുന്നു. താൻ ദൈവത്തിൻ്റെ മകനാണ് എന്ന ഒരു ബോധം ഉണ്ടായി. അതാണ് സെൽഫ് എസ്റ്റീം. അത് ഉണ്ടായതുകൊണ്ട് അയാൾക്ക് തിരിച്ചു വരാൻ പറ്റി. പക്ഷെ അയാൾ ഒന്നും ചോദിച്ചില്ല. പക്ഷെ എല്ലാം പറഞ്ഞു. ഒന്നും ചോദിച്ചില്ല, പക്ഷെ എല്ലാം പറഞ്ഞു. എല്ലാം കിട്ടി. നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. ചോദ്യം നിർത്ത്, എല്ലാം പറയുക. പ്രിയ ദൈവവൈതലേ, നിൻ്റെ കാര്യങ്ങളൊക്കെ നീ പറയുക. നിൻ്റെ ജീവിതത്തിലുള്ള പിന്നോക്കം പോയ കാര്യങ്ങളൊക്കെ കർത്താവിനോട് പറയാം. കർത്താവ് നിനക്കെല്ലാം തിരികെ തരും. ആത്മീയ അനുഗ്രഹങ്ങൾ മാത്രമല്ല, ഭൗതിക അനുഗ്രഹങ്ങളും നിനക്ക് കിട്ടും. അതാണ് ധൂർത്തപുത്രൻ്റെ കഥ നമ്മളെ പഠിപ്പിക്കുക. അവന് ചെരുപ്പ്, വസ്ത്രം, ഭക്ഷണം എല്ലാം, പിതാവിൻ്റെ സ്നേഹം, സ്വസ്ഥത, സമാധാനം എല്ലാം കിട്ടി. എല്ലാം, എന്തൊക്കെ നഷ്ടപ്പെട്ടതെല്ലാം കിട്ടി. അതെല്ലാം കിട്ടുന്ന അനുഭവമായിരിക്കട്ടെ ഈ തീർത്ഥാടനം. വളരെ പ്രത്യേകമായി ഈ പരിശുദ്ധ കുർബാന അർപ്പണം. സഹോദരരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരേ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ,
കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ മഹത്വപൂർണമായ പരിരക്ഷയാൽ സ്വർഗീയ കാര്യങ്ങളിൽ ഞങ്ങളെ പങ്കുകാരാക്കുന്നുവല്ലോ. അങ്ങ് തന്നെ വസിക്കുന്ന പ്രകാശത്തിലേക്ക് ആനയിക്കുന്നതിന് ഞങ്ങളുടെ ഈ ജീവിതത്തിൽ ഞങ്ങൾക്ക് മാർഗദർശനം നൽകണമേ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. മിക്ക പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. കാർമലിലെ വനാന്തരത്തിൽ ഏകരായി കഴിയുന്നവരും അങ്ങയുടെ അവകാശവുമായ അജഗണത്തെ അങ്ങയുടെ ദണ്ടുകൊണ്ട് മേയ്ക്കണമേ. മുൻകാലങ്ങളിലെ പോലെ അവർ ബാഷാനിലും ഗിലയാദിലും മേയട്ടെ. നീ ഈജിപ്തിൽ നിന്ന് പുറത്തു വന്ന നാളുകളിലെ പോലെ അത്ഭുതകരമായ കാര്യങ്ങൾ ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കും. തൻ്റെ അവകാശത്തിൻ്റെ അവശേഷിച്ച ഭാഗത്തോട് അവരുടെ അപരാധങ്ങൾ പൊറുക്കുകയും അതിക്രമങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുന്ന അങ്ങയെപ്പോലെ ഒരു ദൈവം വേറെ ആരുണ്ട്? അവിടുന്ന് തൻ്റെ കോപം എന്നേക്കുമായി വെച്ച് പുലർത്തുന്നില്ല. എന്തെന്നാൽ അവിടുന്ന് കാരുണ്യത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് വീണ്ടും നമ്മോട് കാരുണ്യം കാണിക്കും. നമ്മുടെ അകൃത്യങ്ങളെ അവിടുന്ന് ചവിട്ടിമെതിക്കും. ആഴിയുടെ അഗാധങ്ങളിലേക്ക് നമ്മുടെ പാപങ്ങളെ അവിടുന്ന് തൂത്തെറിയും. പൂർവകാലം മുതൽ ഞങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്തിരുന്നത് പോലെ അങ്ങ് യാക്കോബിനോട് വിശ്വസ്തതയും അബ്രാഹത്തോട് കാരുണ്യവും കാണിക്കും. ദൈവജനമാണ് നാം കേട്ടത്. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്. കർത്താവ് കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്. എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക. എൻ്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധനാമത്തെ പുകഴ്ത്തുക. എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക. അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. കർത്താവ് കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്. അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. അവിടുന്ന് നിന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു. അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്. അവിടുന്ന് എപ്പോഴും ശാസിക്കുകയില്ല. അവിടുത്തെ കോപം എന്നേക്കും നിലനിൽക്കുകയില്ല. നമ്മുടെ പാപങ്ങൾക്കൊത്ത് അവിടുന്ന് നമ്മെ ശിക്ഷിക്കുന്നില്ല. നമ്മുടെ അകൃത്യങ്ങൾക്കൊത്ത് നമ്മോട് പകരം ചെയ്യുന്നില്ല. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്. ഭൂമിക്ക് മേൽ ഉയർന്നിരിക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് തൻ്റെ ഭക്തരോട് അവിടുന്ന് കാണിക്കുന്ന കാരുണ്യം. കിഴക്കും പടിഞ്ഞാറും തമ്മിൽ ഉള്ളത്ര അകലത്തിൽ നമ്മുടെ പാപങ്ങളെ അവിടുന്ന് നമ്മിൽ നിന്ന് അകറ്റി നിർത്തി. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്.
ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും. ഞാൻ അവനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. ലൂക്കാ എഴുതിയ വിശുദ്ധ സുവിശേഷം എന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ചുങ്കക്കാരും പാപികളുമെല്ലാം യേശുവിൻ്റെ വാക്കുകൾ കേൾക്കാൻ അടുത്തു വന്നുകൊണ്ടിരുന്നു. ഫരിസയരും നിയമജ്ഞരും പെറുപെറുത്തു, ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. അവൻ അവരോട് ഈ ഉപമ പറഞ്ഞു. ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഇളയവൻ പിതാവിനോട് പറഞ്ഞു, പിതാവേ, സ്വത്തിൽ എൻ്റെ ഓഹരി എനിക്ക് തരിക. അവൻ സ്വത്ത് അവർക്കായി ഭാഗിച്ചു. ഏറെ താമസിയാതെ ഇളയമകൻ എല്ലാം ശേഖരിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി അവിടെ ധൂർത്തനായി ജീവിച്ച് സ്വത്ത് നശിപ്പിച്ചു കളഞ്ഞു. അവനെല്ലാം ചെലവഴിച്ചു കളഞ്ഞപ്പോൾ ആ ദേശത്ത് ഒരു കഠിന ക്ഷാമമുണ്ടാവുകയും അവൻ ഞെരുക്കത്തിലാവുകയും ചെയ്തു. അവൻ ആ ദേശത്തെ ഒരു പൗരൻ്റെ അടുത്ത് അഭയം തേടി. അയാൾ അവനെ പന്നികളെ മേയ്ക്കാൻ വയലിലേക്ക് അയച്ചു. പന്നി നിന്നിരുന്ന തവിടെങ്കിലും കൊണ്ട് വയറു നിറയ്ക്കാൻ അവൻ ആശിച്ചു. പക്ഷേ ആരും അവന് കൊടുത്തില്ല. അപ്പോൾ അവന് സുബോധമുണ്ടായി. അവൻ പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു, ഞാനോ ഇവിടെ വിശന്ന് മരിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും. ഞാൻ അവനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും നിൻ്റെ മുമ്പിൽ ഞാൻ പാപം ചെയ്തു. നിൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. നിൻ്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു. ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. മകൻ പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനെതിരായി നിൻ്റെ മുമ്പിൽ ഞാൻ പാപം ചെയ്തു. നിൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. പിതാവാകട്ടെ തൻ്റെ ദാസരോട് പറഞ്ഞ്, ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവൻ. ഇവൻ്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവൻ. കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവൻ. നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം. എൻ്റെ ഈ മകൻ മൃതനായിരുന്നു, അവനിതാ വീണ്ടും ജീവിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു. അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി. അവൻ്റെ മൂത്ത മകൻ വയലിലായിരുന്നു. അവൻ തിരിച്ചു വരുമ്പോൾ വീടിനടുത്ത് വെച്ച് സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ശബ്ദം കേട്ടു. അവനൊരു വേലക്കാരനെ വിളിച്ച് കാര്യം തിരക്കി. വേലക്കാരൻ പറഞ്ഞു, നിൻ്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു. അവനെ സസുഖം തിരിച്ചു കിട്ടിയതുകൊണ്ട് നിൻ്റെ പിതാവ് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു. അവൻ കോപിച്ച് അകത്ത് കയറാൻ വിസമ്മതിച്ചു. പിതാവ് പുറത്തു വന്ന് അവനോട് സാന്ത്വനങ്ങൾ പറഞ്ഞു. എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു, നോക്കൂ, എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു. ഒരിക്കലും നിൻ്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല. എങ്കിലും എൻ്റെ കൂട്ടുകാരോട് ആഹ്ലാദിക്കാൻ ഒരു ആട്ടിൻകുട്ടിയെ പോലും നീ എനിക്ക് തന്നില്ല. എന്നാൽ വേശ്യകളോട് കൂട്ടുചേർന്ന് നിൻ്റെ സ്വത്തെല്ലാം ദൂർത്തടിച്ച നിൻ്റെ ഈ മകൻ തിരിച്ചു വന്നപ്പോൾ അവന് വേണ്ടി നീ കൊഴുത്ത കാളയെ കൊന്നിരിക്കുന്നു. അപ്പോൾ പിതാവ് പറഞ്ഞു, മകനെ, നീ എപ്പോഴും എന്നോടുകൂടെ ഉണ്ടല്ലോ. എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ്. ഇപ്പോൾ നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം. എന്തെന്നാൽ നിൻ്റെ ഈ സഹോദരൻ മൃതനായിരുന്നു, അവനിപ്പോൾ ജീവിക്കുന്നു. നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, ബൈബിളിൽ പ്രത്യേകിച്ച് ലൂക്കായുടെ സുവിശേഷത്തിൽ കാണുന്നൊരു കാര്യമാണ് 2 പേരെ വെച്ച് കാര്യങ്ങൾ പറയുക. ഇപ്പം കഴിഞ്ഞ ദിവസം ലാസറും ധനവാനും, അത് ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായത്തിലാണ്. ഇനി ഫരിസയനും ചുങ്കക്കാരനും 2 പേര് പ്രാർത്ഥിക്കാൻ പോയത്. ഇപ്പം 2 പേരെ വെച്ച് കാര്യങ്ങൾ പറയുക, അത് 18-ാമത്തെ അധ്യായത്തിലാണ്. ഇനി മറിയം അല്ലെ, മർത്തയുടെയും മറിയത്തിൻ്റെയും കഥ പറഞ്ഞിട്ടും നമ്മളോടൊരു സന്ദേശം നൽകുന്ന ദൈവം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അത് മറിയവും ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിലാണ്. ഇന്നത്തെ ഈ സുവിശേഷത്തിൽ പോലും 2 കൂട്ടരെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തതുകൊണ്ടാണ് ഇത് തുടങ്ങുന്നത്. 2 പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട്, അത് ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ വാക്യങ്ങൾ ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ച് 1 മുതൽ 3 വരെ, 15-ാം അധ്യായം 1 മുതൽ 3 വരെ, 11 മുതൽ 32 വരെ. 11 മുതൽ 32 വരെയാണ് ധൂർത്തപുത്രൻ്റെ കഥ. എന്തിനാണ് 1 മുതൽ 3 വരെ പറഞ്ഞത്? ഒരു ഇൻട്രൊഡക്ഷനായിട്ട്. യഥാർത്ഥത്തിൽ ഈ സുവിശേഷ ഭാഗത്തെ സുവിശേഷങ്ങളുടെ സുവിശേഷം എന്നാണ് പറയപ്പെടുക. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്തൊരു വർക്കാണ്. ആരോ ഒരു അച്ഛൻ പറയുന്നത് കേട്ടു, സാധാരണ യോഹന്നാൻ്റെ സുവിശേഷത്തോട് കിടപടിക്കത്തക്ക വിധത്തിലുള്ള ഒരു ഭാഗമാണ് ലൂക്ക 15. വളരെ
വളരെ ഉള്ളർത്ഥങ്ങൾ ഒത്തിരി ഉള്ള ഭാഗമാണിത്. അപ്പോൾ ചുങ്കക്കാരും പാപികളുമെല്ലാം യേശുവിൻ്റെ വാക്കുകൾ കേൾക്കാൻ അടുത്ത് വന്നുകൊണ്ടിരുന്നു. വെറുതെ ഒന്ന് ഇമാജിൻ ചെയ്ത് മനസ്സിലൊന്ന് സങ്കല്പിക്കുക. ഒരു വശത്ത് ചുങ്കക്കാരും പാപികളും വന്നുകൊണ്ടിരിക്കുന്നു, മറുവശത്ത് ഫരിസേയരും നിയമജ്ഞരും. ചുങ്കക്കാരും പാപികളും അവർ തെറ്റ് ചെയ്യുന്നവരാണ്, എല്ലാവർക്കും അറിയാം, നാട്ടുകാർക്ക് മൊത്തം അറിയാം അവർ തെറ്റ് ചെയ്യുന്നവരാണ്. പക്ഷേ ഫരിസേയരും നിയമജ്ഞരും തങ്ങൾ നല്ലതാണ് എന്ന് വിചാരിക്കുന്നവരാണ്. അപ്പോൾ അവർ മറുവശത്ത് വന്നു, അവർ പിറുപിറുത്തു, ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. ലൂക്ക 15:3 അവൻ അവരോട് ഈ ഉപമ പറഞ്ഞു. ആരോട് പറഞ്ഞു? രണ്ടു കൂട്ടരും നിൽക്കുകയാണ്, പാപികളും ചുങ്കക്കാരും ഫരിസേയരും നിയമജ്ഞരും. ആരോടാണ് ഈ കഥ പറഞ്ഞത്? ഇത് രണ്ടു കൂട്ടരോടാണ് പറഞ്ഞത്. ചിലപ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം. അപ്പോൾ നമ്മൾ സുവിശേഷ ഭാഗം ധ്യാനിക്കുമ്പോൾ രണ്ടു കൂട്ടർക്കും വേണ്ടി കഥ പറയുന്ന ഈശോ എന്തൊരു ക്ലവറാണ്. രണ്ടു കൂട്ടർക്കും സന്ദേശം കിട്ടുന്ന ഒരു കഥ പറഞ്ഞിട്ട് അതിലൂടെ അവർക്ക് ജീവിതം മാറ്റമുണ്ടാകത്തക്ക വിധത്തിൽ കാര്യങ്ങൾ പറയുന്നത്. ഇതിൽ 1 മുതൽ 3 വരെയാണ് ഇൻട്രൊഡക്ഷൻ. 4 മുതൽ 10 വരെ എവിടെ പോയി? 4 മുതൽ 10 വരെ 4 മുതൽ 10 വരെയുള്ള ഭാഗങ്ങളിൽ 2 കഥകൾ പറയുന്നുണ്ട്. ഒന്ന് നഷ്ടപ്പെട്ട ആടിൻ്റെ കഥ, നഷ്ടപ്പെട്ട നാണയത്തിൻ്റെ കഥ. ആട് എവിടെയാണ് നഷ്ടപ്പെട്ടത്? നാണയം എവിടെയാണ് നഷ്ടപ്പെട്ടത്? നാണയം എവിടെയാണ് നഷ്ടപ്പെട്ടത് എന്ന് മനസ്സിലാക്കാൻ വിളക്ക് കൊളുത്തി അടിച്ചു വാരി എന്ന് പറയുമ്പോൾ അത് വീടിനകത്താണ് പോയത്, കട്ടിലിൻ്റെ അടിയിലോ എവിടെയെങ്കിലും പോയതാകാം. അപ്പോൾ ആട് നഷ്ടപ്പെട്ടത് അത് മരുഭൂമിയിൽ ബാക്കി 99-നെയും മരുഭൂമിയിൽ വിട്ടിട്ട്, അതിനർത്ഥം വീടിന് പുറത്ത് നഷ്ടപ്പെട്ട ആടിൻ്റെ കഥയും വീടിനകത്ത് നഷ്ടപ്പെട്ട നാണയത്തിൻ്റെ കഥ പറഞ്ഞിട്ട് ഫരിസേയരോടും നിയമജ്ഞരും അവർ നല്ലതാണെന്ന് വിചാരിക്കുന്നവരാണ്, പക്ഷെ അവർക്ക് കുറേ കുഴപ്പങ്ങളുണ്ട്. ഇനി വീടിന് പുറത്ത് നാട്ടുകാരുടെ മൊത്തം മുമ്പിൽ പരസ്യപാപികളെന്ന് അറിയപ്പെടുന്ന അവരോടും ചേർത്ത് പറയുമ്പോൾ വീടിനകത്ത് നഷ്ടപ്പെട്ട ഫരിസേയരും നിയമജ്ഞരും, വീടിന് പുറത്ത് നഷ്ടപ്പെട്ട പാപികളും ചുങ്കക്കാരും, വീടിനകത്ത് നഷ്ടപ്പെട്ട നാണയം, വീടിന് പുറത്ത് നഷ്ടപ്പെട്ട ആട്, ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് ഒരു കഥ പറഞ്ഞതാണ് ധൂർത്തപുത്രൻ്റെ കഥ. വീടിന് പുറത്ത് നഷ്ടപ്പെട്ട ഇളയ മകൻ, വീടിനകത്ത് നഷ്ടപ്പെട്ട മൂത്ത മകൻ. നമ്മൾ അങ്ങനെ ധ്യാനിച്ചാൽ വളരെ സുന്ദരമാണ്. രഹസ്യപാപികൾ, പരസ്യപാപികൾ ഇല്ല, രഹസ്യപാപികൾ വീടിനകത്ത് നഷ്ടപ്പെട്ടവരാണ് രഹസ്യപാപികൾ. ആരും അറിയുന്നില്ല, ഭയങ്കര പക്ഷെ പാപം ചെയ്തുകൊണ്ടേയിരിക്കുന്നു, ആരും അറിയുന്നില്ല. അപ്പം രഹസ്യപാപം, പരസ്യപാപം, ഇത് അങ്ങനെ ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ്. ഇനി തമ്മിൽ ഭേദം, ഇത് രണ്ടും കഥയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ തമ്മിൽ ഭേദം ഇളയവനാണ്. ഇല്ല, ഫരിസേയനും ചുങ്കക്കാരനും പ്രാർത്ഥിക്കാൻ പോയി, നീതീകരിക്കപ്പെട്ടത് ചുങ്കക്കാരനാണ്. ഫരിസേയൻ എന്താ പറഞ്ഞത്? ഞാനിതെല്ലാം ചെയ്യുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്, ദശാംശം കൊടുക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, പക്ഷെ നീതീകരിക്കപ്പെട്ടില്ലല്ലോ. അതാണ്. അപ്പോൾ ഇവിടെ തമ്മിൽ ഭേദം ഇളയ മകനാണ്. അത് അവൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തെറ്റ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവൻ പിന്നെ വേണ്ടാത്ത വർത്തമാനമൊന്നുമില്ല, നിശബ്ദത. വേണ്ടാത്ത വർത്തമാനങ്ങളുണ്ടോ വീട്ടിൽ? നമ്മളാണോ അസ്വസ്ഥത ഉണ്ടാക്കുന്ന വർത്തമാനങ്ങൾ പറയുന്നത് നമ്മളാണോ? ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ്. ഇനി മൂത്ത മകൻ സംസാരത്തോട് സംസാരം നിർത്തുന്നേയില്ല. പിതാവ് പെടാപ്പാട് പെടുകയാണ്, അവനോട് സാന്ത്വനങ്ങൾ പറഞ്ഞ് പിതാവ് പെടാപ്പാട് പെടുകയാണ്. ഇളയവനോട് വലിയ കുഴപ്പമൊന്നുമില്ല, തിരിച്ചു വന്ന് ആൾ മിടുക്കനായിട്ട് അവിടെ ഉണ്ട്. പക്ഷെ മൂത്ത മകൻ കൂടെ ഉണ്ടായിട്ട് എന്ത് കാര്യം? അവനെ ഒന്ന് അനുനയിപ്പിക്കാൻ പിതാവ് പെടുന്ന പെടാപ്പാട് അത് വളരെ വലുതാണ്. ഇനിയും ഈ ഇളയവൻ പിതാവേ എന്ത് സ്നേഹത്തോടെയാണ് വിളി. അവൻ പിതാവിനെ വിളിച്ചു, പിതാവേ എന്ന് വിളിച്ചു. മൂത്ത മകൻ്റെ വിളി, നീ നിന്റെ മകൻ. അത് സഹോദരനായിട്ട് കാണാൻ പറ്റാത്തത്, വേലക്കാരനെ വിളിച്ച് ചോദിക്കേണ്ടി വരുന്ന അവസ്ഥ. വീട്ടിലെ കാര്യങ്ങൾ നമ്മളിപ്പോഴങ്ങനെ, വീട്ടിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വഴക്കിട്ട് കുറേ നാളെ വീട്ടിൽ പോയിട്ട് ഇനി വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെ അറിയും? അപ്പം ആരെങ്കിലും വിളിച്ച് ചോദിക്കും.
വീട്ടിൽ ചെന്ന് ചോദിക്കേണ്ട കാര്യമുള്ളൂ, വീട്ടിൽ ചെന്ന് അങ്ങനെ അറിയേണ്ട കാര്യമുള്ളൂ. പക്ഷെ ആരെങ്കിലും വിളിച്ച് ചോദിക്കേണ്ട അവസ്ഥ നമുക്കുണ്ടോ? വീട്ടിലെ കാര്യങ്ങൾ വഴക്കിട്ടിട്ട് അമ്മയുടെ അപ്പൻ്റെ അടുത്തും പോയിട്ടില്ല, വർഷങ്ങളായിട്ട് പോയിട്ടില്ല, വീട്ടിലെ കാര്യങ്ങൾ അറിയാൻ വേറെ ആളെ വിളിച്ച് ചോദിക്കേണ്ട അവസ്ഥ ഉണ്ടോ? അപ്പോൾ ഇവന് മകൻ എന്ന ബോധം ഉണ്ട്. അതാണ് സെൽഫ് എസ്റ്റീം. എത്ര തെറ്റ് ചെയ്താലും ദൈവമേ നീ എന്നെ തള്ളിക്കളയല എന്നൊരു ബോധം അതവന് വീണ്ടും കിട്ടി. അത് എന്നേക്കുമായിട്ടുള്ള ആ വീഴ്ച ബോധം കിട്ടിയത്, അത് പത്രോസ് ഹൃദയം നൊന്ത് മനം നൊന്ത് കരഞ്ഞതുപോലെയാണ്. ഒരു സ്ട്രൈക്ക് ചെയ്യുന്നൊരു കാര്യമാണ്. അവൻ്റെ ജീവിതാനുഭവം കൊണ്ട് അവൻ പഠിച്ചു, അവന് ആ മകനെന്ന ബോധം കിട്ടി. പക്ഷേ മൂത്ത മകനോ, അവൻ പറയുന്ന പറച്ചിൽ കേട്ടോ, ഞാൻ എത്ര നാളായി നിനക്ക് ദാസവേല ചെയ്യുന്നു, മകനെപ്പോലെ ജീവിച്ചിട്ടും അവൻ പറയും ഞാൻ പട്ടിയെപ്പോലെ പണിയെടുത്തിട്ട് എനിക്കൊന്നും കിട്ടിയില്ല എന്ന് പറയുന്ന അവസ്ഥ. ഇനി ഇളയവനെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ മൂത്ത മകൻ പറയാണ്, നിൻ്റെ ഈ മകൻ നമ്മൾ ചിലപ്പോൾ സാധാരണ കല്യാണമൊക്കെ കഴിച്ച് പോയ മക്കളെ വേറെ ഏതെങ്കിലും മക്കൾക്ക് എന്തെങ്കിലും കൂടുതൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ അവളോടല്ലേ സ്നേഹമുള്ളൂ, നിങ്ങളുടെ മകളിപ്പോൾ വന്നിട്ടുണ്ടല്ലോ, നിങ്ങളുടെ മകൻ പുന്നാര മകൻ, അവനോട് മാത്രമാണ് നിങ്ങൾക്ക് സ്നേഹം. ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ സ്വാഭാവികമായിട്ടും നമ്മുടെ അനുദിന ജീവിതത്തിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനി ഈ മൂത്ത മകനാണല്ലോ വീട്ടിൽ കയറാൻ വിസമ്മതിക്കുക. അവൻ മറ്റേ ഇളയവൻ കൂളായിട്ട് കയറിപ്പോന്നു, വീട്ടിൽ കയറാൻ വിസമ്മതിക്കുക. അത് വീട്ടിൽ കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുരഞ്ജനപ്പെടാനായിട്ടുള്ളൊരു സാധ്യതയാണ്. എത്ര നാളായി ചില വീടുകളിൽ കയറിയിട്ട്, സഹോദരങ്ങളുടെ വീട്ടിലോ തറവാട്ട് വീട്ടിലോ പോയിട്ട് എത്ര കാലമായി, ഏതോ ഒരു വഴക്കിൻ്റെ പേരിൽ, ഇന്നാളെന്തോ ഒരു കാര്യം പറഞ്ഞതിൻ്റെ പേര് പിന്നെ വീട് പടിക്ക് ചവിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ ഒന്ന് നമ്മൾ ധ്യാനിക്കുന്നത് നല്ലതാണ്. നമുക്ക് കുറച്ച് അകത്ത് നഷ്ടപ്പെട്ട മേഖലകൾ, പുറത്തൊന്നും ചിലപ്പോൾ ആരും കാണുന്നില്ല. പുറത്തെല്ലാം അടിപൊളി കുട്ടപ്പന്മാരായിട്ട് പള്ളിയിലൊക്കെ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, കുമ്പസാരമുണ്ട്, എല്ലാം ഉണ്ട്, നാട്ടുകാർ നോക്കുമ്പോൾ അടിപൊളി. പക്ഷേ ഉള്ളിൽ അകത്ത് നഷ്ടപ്പെട്ടത്, പുറത്ത് നഷ്ടപ്പെട്ട ആടിൻ്റെ കഥയും അകത്ത് നഷ്ടപ്പെട്ട നാണയത്തിൻ്റെ കഥയും കൂട്ടിച്ചേർത്ത് പുറത്ത് നഷ്ടപ്പെട്ട ഇളയവൻ്റെ കഥയും അകത്ത് നഷ്ടപ്പെട്ട മൂത്തവൻ്റെ കഥയും പറയുന്നത്, ഇന്ന് നമ്മളോട് ഈ തപസ്സുകാലത്ത് പറയുന്നത്, നമ്മുടെ ഉള്ളിൻ്റെ മേഖലകൾ, ആരും പറഞ്ഞു തരാത്ത മേഖലകൾ, മകനെ നിനക്കൊരു കുറവുണ്ട് എന്നാരും ചൂണ്ടിക്കാണിക്കാത്ത മേഖലകൾ, ചേട്ടാ ചേച്ചിക്കൊരു കുറവുണ്ട് ചേച്ചി എന്നാരെങ്കിലും പറയുമോ? ഒരു പ്രായം കഴിഞ്ഞ് ആരെങ്കിലും പറഞ്ഞു തരുമോ? പറഞ്ഞു തരികയില്ല, സ്വയം കണ്ടുപിടിക്കണം. അങ്ങനെയെങ്കിൽ അകത്ത് നഷ്ടപ്പെട്ട മേഖലകൾ കണ്ടെത്തി ഒന്ന് വിശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ, അതാണ് ആമുഖത്തിൽ ഞാൻ പറഞ്ഞത്. ഇനി ചോദ്യം വേണ്ട മക്കളെ, നിങ്ങളൊന്ന് നന്നായിട്ടൊന്ന് കുമ്പസാരിച്ച്. ചില ആളുകളുണ്ട് നേരിട്ട് കുമ്പസാരം, ഇപ്പോഴും നേരിട്ട് കുമ്പസാരം നടത്തുന്നവരുണ്ട്. പക്ഷെ കുമ്പസാരം എന്ന കൂദാശയിലൂടെയാണ് പിതാവായ ദൈവം ഈശോ മിശിഹായുടെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയാൽ നമുക്ക് പ്രസാദവരം തരുന്നത്. ഒരൊറ്റ പ്രസാദവരം, ഒരു തവണ പ്രസാദവരം കിട്ടിയാൽ, ചില ക്യാൻസർ രോഗികൾ കുമ്പസാരിച്ചാൽ ഉടനെ സൗഖ്യം കിട്ടും. കാരണം പ്രസാദവരത്തിന് ആത്മീയ അനുഗ്രഹങ്ങൾ മാത്രമല്ല നൽകാൻ സാധിക്കുക, ഭൗതിക അനുഗ്രഹങ്ങളും കിട്ടും. അതാണ് ധൂർത്തപുത്രൻ്റെ കഥ പറയുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് കുമ്പസാരിച്ചാൽ, കൂടെ കുമ്പസാരിച്ചാൽ, വർഷങ്ങൾ കുമ്പസാരിക്കാതിരുന്നാൽ, എത്ര വർഷമായി പ്രസാദവരം നഷ്ടപ്പെടുത്തുന്നത് ഈശോയുടെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയാൽ കിട്ടുന്നതല്ലേ, അതിന് അത്രയും വിലയേ ഉള്ളൂ. ഇനി ചില ആളുകൾ പകരം കുമ്പസാരിക്കും. വീട്ടിൽ അപ്പനോ ചേട്ടനോ വർഷങ്ങളായി കുമ്പസാരിച്ചിട്ടില്ല, പക്ഷെ ഞാൻ അവർക്ക് വേണ്ടി കുമ്പസാരിക്കുന്നു. അതെങ്ങനെ ശരിയാകും? അങ്ങനെയെങ്കിൽ മൂത്ത മകന് പറയാറുന്നല്ലോ ഇളയവൻ്റെ കാര്യം, ഇളയവൻ തന്നെ വരണം. നമ്മൾ തന്നെ പോയി കുമ്പസാരിക്കണം. നമുക്ക് വേണ്ടി ആർക്കും പകരം ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. ഇത് ചെയ്യാൻ സഭ നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്നും ചെയ്യാതെ വേറെ കാര്യങ്ങൾ ചെയ്തിട്ടും കാര്യമില്ല. ഇതാണ് സഭ നമ്മളോട് പഠിപ്പിക്കുന്നത്. സഭ പറയുന്ന കാര്യങ്ങൾ ചെയ്യാതെ നമുക്കിഷ്ടമുള്ളതൊക്കെ ചെയ്താലോ? കുമ്പസാരത്തിന് പകരമാകോ മുട്ടുനിരങ്ങൾ നേർച്ച? കുമ്പസാരത്തിന് പകരമാകോ മുട്ടുനിരങ്ങൾ നേർച്ച? കുമ്പസാരത്തിന് പകരം കുമ്പസാരം മാത്രം. കുമ്പസാരത്തിലൂടെ കിട്ടേണ്ടത് കുമ്പസാരത്തിലൂടെ മാത്രമേ കിട്ടൂ. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാം. ചോദിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് അത് വേണം, ജോലി വേണം, ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചോദിക്കുന്നതിന് പകരം നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ട് കർത്താവേ, എനിക്ക് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് കർത്താവേ എന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ചോദിക്കാത്തത് കൂടി നിങ്ങൾക്ക് കിട്ടും. അവനൊന്നും ചോദിച്ചില്ലല്ലപ്പ, എനിക്ക് വിശക്കണപ്പ, എനിക്ക് വസ്ത്രമില്ലപ്പ, എനിക്ക് ചെരുപ്പില്ലപ്പ എന്നവൻ പറഞ്ഞില്ലല്ലോ. പറയാതെ തന്നെ അവനെല്ലാം കിട്ടിയില്ലേ? അതാണ് കുംഭസാരത്തിൻ്റെ ഫലം. നമുക്കിത് ഈ തപസ്സുകാലം അനുഗ്രഹമാകട്ടെ. അകത്ത് നഷ്ടപ്പെട്ട മേഖലകൾ കണ്ടെത്താൻ സാധിക്കട്ടെ. നമുക്ക് കുംഭസാരത്തിലൂടെ ചോദിക്കാത്തത് കൂടി ലഭിക്കുന്ന അങ്ങനെ ഒരു ഈസ്റ്റർ ഗിഫ്റ്റ് നമുക്ക് ലഭിക്കട്ടെ. നന്മകളെല്ലാം ഞാൻ തിരുമുൻപിലേകും കാണിക്കയാനമായേകും നന്മകളെല്ലാം ഞാൻ തിരുമുൻപിലേകും കാണിക്കയാ നിൻ സ്നേഹബലിയോട് ചേർക്കേണമേ എന്നെ നീ സ്വന്തമാക്കണമേ. നിൻ സ്നേഹബലിയോട് ചേർക്കേണമേ എന്നെ നീ സ്വന്തമാക്കണമേ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടേക്കും അവിടുത്തെ ക്രിസ്തുവും മുഴുവൻ നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ ഈ ബലി സ്വീകരിക്കുമാറാട്ടെ. കർത്താവേ, യുക്കൂദാശകൾ വഴി ഞങ്ങളിൽ പരിത്രാണത്തിൻ്റെ ഫലമുളവാക്കണമേ. മാനുഷിക ദുരാശകളിൽ നിന്ന് എപ്പോഴും ഞങ്ങളെ പിന്തിരിപ്പിക്കുകയും രക്ഷാകരദാനങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. ശാരീരിക ഉപവാസത്താൽ അങ്ങ് ദുർഗുണങ്ങൾ അമർത്തുകയും മനസ്സുയർത്തുകയും പുണ്യഫലങ്ങൾ വർഷിക്കുകയും ചെയ്യുന്നുവല്ലോ. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവ ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയം
ഉന്നതങ്ങൾ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായ പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങളേറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു.
കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായ രാജമിത്രാനോടും വൈദികഗണത്തോടുമൊത്ത സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേയും ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാണി എന്നിൽ കനിനമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാണി എന്നിൽ കനിനമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാണി എന്നിൽ സമാധാനമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്,
ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കൂ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ കൂദാശയുടെ വിശുദ്ധമായ സ്വീകരണം ഞങ്ങളുടെ ഹൃദയാന്തരങ്ങളിലേക്ക് ഇറങ്ങുകയും ഞങ്ങൾ അതിൻ്റെ പ്രബലരായ പങ്കാളികളാക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവെ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലന് നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈസ്റ്റർ ഗിഫ്റ്റിനെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.